അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ ചെറിയ ഒരു ആയത്താണ്. ഈ ചെറിയ ആയത്താണെങ്കിൽ പോലും ഈ ഒരു ആയത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ തടസ്സങ്ങളും എല്ലാം നീങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണോ ആ കാര്യം നമുക്ക് സാധിച്ച് തരുക തന്നെ ചെയ്യും. ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതാണ്. ജീവിതം വെച്ചടി ഉയർച്ചയിൽ എത്തുകയും ചെയ്യും ഇൻഷാ അല്ലാ. അതിന് മുന്നേ ഏതാണ് ആ ആയത്ത് എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ്. സൂറത്തുൽ കഹഫിന് റബ്ബന ആതിന എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ 123 പ്രാവശ്യം എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിന് ശേഷമോ 123 പ്രാവശ്യം ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക. നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീരാവുന്നതേ ഉള്ളൂ. ഒറ്റ സെക്കൻഡ് പോലും വേണ്ട ഒരെണ്ണം ഓതി തീർക്കാൻ. അങ്ങനെ 123 പ്രാവശ്യം ചെല്ലുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടത്തി തരുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു മാസമാണ് റജബ് മാസം. നമ്മൾ എന്ത് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും. നല്ല കാര്യങ്ങൾ, ഹൈറായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസം തീരുന്നതിന് മുന്നേ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കത് തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തുമായാലും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് മാത്രമല്ല ഈ റജബ് മാസത്തിൽ കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കൂടുതലായിട്ട് എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നവരുമായിക്കോട്ടെ, കൂടുതൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. നമുക്ക് റമളാൻ മാസം ഇങ്ങ് വരാൻ ഇരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കി മാത്രം. 36, 35 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി റമളാൻ നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. റമളാനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് റെഡി ആയി നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 123 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫിലെ ഏത് ആയത്താണ് വരുന്നത് ഞാനിവിടെ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ ആയത്ത് റബ്ബന ആതിന എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് 123 പ്രാവശ്യം എല്ലാ നമസ്കാര ശേഷം ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം, ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരത്തിന് ശേഷം ഈ ഒരു ആയത്ത് 123 പ്രാവശ്യം ഓതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രയാസങ്ങളും, കണ്ണീർ, സിഹ്ർ, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാം മാറിക്കിട്ടുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ മക്കളുടെ മോശമായ സ്വഭാവം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഒരു ഒറ്റ ആയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീങ്ങി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും ഇത് കൈവിടാതെ ഇരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് കൂടിയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ആയത്ത് ജീവിതത്തിൽ നിത്യമാക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഇത് ചൊല്ലുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു അത് ഒരിക്കലും കൈവിടുകയില്ല. നമ്മളെയും അള്ളാഹു കൈവിടുകയില്ല. ഇന്നല്ലെങ്കിൽ ഒരിക്കൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്കും കണ്ണു തുറക്കും. അതിനായിട്ട് നമ്മൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ദുആ അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് സാധിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.